ബീഫ് ഉലർത്തിയത് തയ്യാറായി കഴിഞ്ഞു. ദയവായി ഈ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലൈക്കൻ ബീഫ് പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചതിന് ശേഷമാണ് റോസ്റ്റ് ചെയ്യുന്നത്. ആദ്യം 1 കിലോ ബീഫ് ഈ കുക്കറിലേക്ക് ഇടുക. ഇത് 1 കിലോ ബീഫാണ്. ക്ലീൻ ചെയ്ത് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇന്നത്തെ വെള്ളം അധികമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 6 വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്, 2 തണ്ട് കറിവേപ്പിലയും അതിൻ്റെ കൂടെ 3 പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരൊഴിച്ചാലും മതി, 1 ടീസ്പൂൺ ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് 5 വിസിൽ വരുന്നവരെ വേവിക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 5 വിസിൽ വരുന്നവരെ വേവിക്കാം. ഒരു പാൻ അടുപ്പയിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, 1/2 ടീസ്പൂൺ കടുക് ഇടുക. ഇട്ട് കഴിഞ്ഞു. ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി വലിയ 10 അല്ലി നീളത്തിൽ അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില. ഫ്രൈ വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി 30 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ്, ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുക. കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. തീ അല്പം കുറച്ച് വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില. ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് സർവിംഗ് ഡിഷിലോട്ട് പകർത്താം. ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക.